ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ട്രെൻഡിങ് ടോപ്പിൽ നമ്മൾ ഷോർട്ട് കുർത്തീസൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് പേപ്പറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. കുറച്ച് മുന്നേ വന്ന കമൻറ്റാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിന്ന് ഒരു പേപ്പറിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ സൈസ് വന്നിട്ട് എക്സൽ സൈസിലാണോ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളാണ് നമ്മളൊന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്ലോത്ത് എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ 4ആയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യും. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ 4ആയിട്ട് ഫോൾഡിങ് ചെയ്യുക. അതിലൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ട് പാർട്ടിലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2ആയിട്ട് ഫോൾഡ് ചെയ്യുക. ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ 4ആയിട്ട് തന്നെ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഷോർട്ട് കുർത്തി ആകുമ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് ബോഡി പാർട്ടും താഴത്തെ പാർട്ടും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഒരു 13 ഇഞ്ചാണ് ഞാനിവിടെ നമ്മുടെ ലെങ്ത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ബോഡി പാർട്ടിൽ 13 ഇഞ്ചും എക്സ്ട്രാ 1 ഇഞ്ച് സീമും കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി എത്രയാണോ നമുക്ക് 30ലേക്ക് വേണ്ടത്, 17 16 ആണോ വേണ്ടത്, അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ ബോഡി പാർട്ടും താഴത്തെ പാർട്ടും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെങ്ത്തിൻ്റെ കാര്യത്തിൽ കേട്ടോ. അപ്പം അതങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് പോവാം. ഇപ്പം ഞാനിവിടെ 13 ഇഞ്ചാണ് നമ്മളിവിടെ ലെങ്ത്ത് കൊടുക്കുന്നത് കേട്ടോ. ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് 13 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. എക്സ്ട്രാ 1 ഇഞ്ച് സീം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മളത് ബോഡി പാർട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ നെക്കും ഷോൾഡറും ആം ഹോൾ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വരച്ച് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ സൈസിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഏറ്റവും എൻഡിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. സൈസ് എക്സൽ സൈസാണ് കേട്ടോ. അതിൻ്റെ മെഷർമെൻറ്റാണ് ഞാൻ ലാസ്റ്റിൽ കൊടുക്കുന്നത്. അപ്പോൾ 7 ഇഞ്ച് ഷോൾഡറും 7 ഇഞ്ച് ആം ഹോളും നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടി ചെസ്റ്റ് അളവ് നമ്മൾ 10 ഇഞ്ചാണ്. എക്സലിൻ്റെ സൈസാണേ പറയുന്നത്. 10 ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ 10 ഇഞ്ചിലേക്ക് നമ്മുടെ ആം കർവ് നമ്മൾ ഇതേപോലെ വരച്ച് കൊടുക്കുക. നമ്മുടെ ഷേപ്പിൻ്റെ അവിടെ വരുന്നത് 9 ഇഞ്ചാണ്. ആ 9 ഇഞ്ചിലേക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ നമുക്ക് സീമും കൊടുക്കാം കേട്ടോ. എക്സ്ട്രാ 2 സീമും കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് നമ്മൾ 3ഉം അതേപോലെ തന്നെ ബാക്ക് പാർട്ടിൽ റൗണ്ട് നെക്കിൽ നമ്മൾ 3ഉം കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് അത് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. വി നെക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു 7 വരെ നമുക്ക് ലെങ്ത്ത് പോകും കേട്ടോ. 3 ഇഞ്ച് തന്നെയാണ് വിടുത്ത് വരെ, ലെങ്ത്ത് നമുക്കൊരു 7 വരെ പോവാം. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് സെപ്പറേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ബോഡി പാർട്ടും താഴത്തേക്കുള്ള പ്ലീറ്റ്സ് ഇടാനുള്ള പാർട്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പ്ലീറ്റ്സ് എത്രത്തോനെ വേണോ അത്രയും വീതിക്ക് അനുസരിച്ച് നമ്മൾ ക്ലോത്ത് എടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ വരുന്നത് നമ്മുടെ സ്റ്റൈൽ ചെയ്യാനുള്ളത് നമ്മുടെ ആ ഒരു ഫ്രണ്ടിൽ കയറി നിൽക്കുന്നല്ലേ, അത് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മൾ സ്ലോപ്പ് ഉണ്ട്, 1/2 ഇഞ്ച് 1/4 ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ സ്ലോപ്പ് വരച്ചിട്ട് ആ സ്ലോപ്പും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് ചെയ്യുന്നതിനെ കൊണ്ടാണ് ഇങ്ങനെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടാണ് മതി എന്നുണ്ടെങ്കിൽ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഫസ്റ്റ് 1 സെപ്പറേറ്റ് ചെയ്തിട്ട് ആ പാർട്ട് മാത്രം കട്ട് ചെയ്തെടുക്കട്ടെ ഈ സ്റ്റൈലിൽ. അപ്പോൾ നമ്മളിത് ഫ്രണ്ടും ബാക്കും മാറ്റി വെച്ചതിന് ശേഷം ബാക്കിൽ 3 ഇഞ്ച് ലെങ്ത്ത് ഉള്ളത് നെക്ക് നമ്മൾ കട്ട് ചെയ്തു ഇതേപോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ വി നെക്കാണെന്ന് പറഞ്ഞല്ലോ, അത് വി നെക്കായിട്ട് 3 ഇഞ്ച് വിടുത്ത് കൊടുത്തിട്ട് 7 വരെ നമുക്ക് ലെങ്ത്ത് പോവാം വി നെക്കിൽ. അപ്പം അതും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൽ നമുക്ക് വേണ്ടി ആ ഫ്രണ്ടിലുള്ള ഒരു കയറി നിൽക്കുന്ന ആ ഒരു സ്റ്റൈലാണ്, അത് നമുക്ക് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അത് നമുക്ക് 3 മുതൽ 5 ഇഞ്ച് വരെ കയറിയിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. 3 ഇഞ്ചാകുമ്പോൾ അത്യാവശ്യം വൃത്തിക്ക് തന്നെ ഉണ്ടാവും. 5 ഇഞ്ചാകുമ്പോൾ ഒന്നുകൂടെ കയറി നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ 3 ഇഞ്ച് കൊടുത്തിട്ട് ഇതേപോലെ നമ്മുടെ ഫോൾഡിങ് വരുന്ന ഭാഗത്ത്, നമ്മുടെ ആ കയ്യിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ ഒരു ഷേപ്പിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴത്തേക്ക് അറ്റത്തേക്കായിട്ട് നമ്മൾ ഇതേപോലെയാണ് ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായാലും നമ്മൾ ഫോൾഡിങ് വരുന്ന, ഓപ്പൺ അല്ലാത്ത ഫോൾഡിങ് വരുന്ന ഭാഗത്താണ് നമ്മൾ 3 ഇഞ്ച് കയറി വരച്ചത്. എന്നിട്ട് താഴത്തേക്ക് നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ സെൻറ്ററിൽ ഇതേപോലെ കോണായിട്ട് ഈ സ്റ്റൈലിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. മനസ്സിലായല്ലോ? അപ്പം അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് ഇതിലേക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ള ഭാഗമാണ്. അപ്പോൾ പ്ലീറ്റ്സ് എത്രത്തോളം നമുക്ക് വേണോ അതിനനുസരിച്ച് നമ്മുടെ ക്ലോത്ത് വീതിക്ക് എടുക്കാം. അതിനുശേഷം നമ്മൾ മറ്റേതിൽ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്, ആ ഒരു കോണെന്ന് പറയുന്നത് അതേ ഇഞ്ച് തന്നെയാണ് ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്യുക. 3 ഇഞ്ചാണെങ്കിൽ 3 ഇഞ്ച്, മറ്റേതാണെങ്കിൽ 5 ഇഞ്ചാണെങ്കിൽ 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതിൽ വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഓപ്പണായി കിടക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഫോൾഡിങ് വരുന്ന ഭാഗത്ത് നമ്മൾ പ്ലെയിൻ ഇതേപോലെ വരച്ചത് മനസ്സിലായല്ലോ. അതായത് ഫോൾഡിങ് ഉള്ള ഭാഗത്ത് നമ്മൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നില്ല. ഓപ്പണായി കിടക്കുന്ന ഭാഗത്താണ് നമ്മൾ ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അത് ശ്രദ്ധിക്കുക. നമ്മൾ ബോഡി പാർട്ടിൽ
നമ്മുടെ ഫോൾഡിങ് ഉള്ള ഭാഗത്താണ് മാർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീറ്റ്സ് ഇടുന്ന കേസിൽ നമ്മൾ ഓപ്പണായി തുറന്ന് കിടക്കുന്ന ഭാഗത്താണ് ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സെൻറ്ററിൽ ഇതേപോലെ കണ്ടില്ല കോണായിട്ട് വരും. ഈ കോണും മറ്റേതിലെ ബോഡി പാർട്ടിലെ കോണും തമ്മിൽ ജോയിൻ ചെയ്യലാണ് നമ്മൾ ചെയ്യുന്നത്. പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ജോയിൻ ചെയ്യുക. അത് കറക്റ്റായിട്ട് ആ ഒരു സെൻറ്ററിലേക്ക് കണക്കാക്കി വന്നിട്ട് പ്ലീറ്റ്സ് ഫുള്ളും അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക ആദ്യം. അതിനുശേഷം നമ്മൾ ഈ ബോഡി പാർട്ടും മറ്റ് പ്ലീറ്റ്സും കൂടി തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ പ്ലീറ്റ്സ് ഇടുന്ന കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സെൻറ്ററും തമ്മിൽ നമ്മൾ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമുക്ക് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഇത് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ്. അപ്പോൾ ഇത് തമ്മിൽ കണ്ടില്ലേ, ഇതേപോലെ തന്നെ നല്ല വശം ചേർത്ത് വെച്ചുകൊണ്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ ഫ്രണ്ട് പാർട്ട് റെഡിയായി. അതേപോലെ തന്നെയാണ് ബാക്ക് പാർട്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. പിന്നെ നെക്കിന് നമ്മൾ ക്യാൻവാസ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ക്യാൻവാസ് കൊടുക്കുക, ബാക്കിൽ നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനുണ്ടാവും. സ്ലീവ് ആവുന്ന സമയത്ത് സ്ലീവിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 ഇഞ്ചിൻ്റെ ആണ് ഒരു എക്സൽ സൈസിൻ്റെ സ്ലീവ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു വീഡിയോ സ്ലീവിൻ്റെ മാത്രമായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ ഫുൾ സ്ലീവ് എന്നുള്ള ലെങ്ത്തിൽ ഫുൾ സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ 21, 19 ഒക്കെ ഇഞ്ചാണ് വരിക. അപ്പോൾ 21 ഇഞ്ചിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഫുൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാനും അതേപോലെ തന്നെ പ്ലീറ്റ്സ് ജോയിൻ ചെയ്തു. പിന്നെ ബാക്കിൽ ആ പാർട്ട് തമ്മിൽ 2 പാർട്ടും തമ്മിൽ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുക. പിന്നെ താഴത്തുള്ളത് മടക്കി അടിക്കുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു പാറ്റേണിൽ നമുക്ക് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കാൻ എന്തെങ്കിലും സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ആ കമൻറ്റിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. എന്തെങ്കിലും സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവാം. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന അബായ സ്റ്റൈലിലുള്ള കുർത്തിയുടെ ആരോ കമൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അതും ഇതേപോലെ നമ്മളൊരു പേപ്പർ കട്ടിങ്ങിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അബായ ടോപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വരാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് എക്സൽ സൈസാണ്. ഷോൾഡർ മാർക്ക് ചെയ്തത് 7 ആണ്. ആം ഹോളും നമ്മൾ 7 തന്നെ കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ 3 ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ബാക്കിൽ നമ്മൾ 3 തന്നെ കൊടുത്തു. ഫ്രണ്ടിൽ നമ്മൾ 7 ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ 7 കൊടുത്തു, ബാക്കിൽ 3 തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് 10 ആണ്. പ്ലസ് സീമും കൊടുക്കാം. എത്രയാണ് നിങ്ങൾക്ക് സീം വേണ്ടത്? 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ വേസ്റ്റ് അത് 9 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. വേസ്റ്റ് 9 ഇഞ്ചും എക്സ്ട്രാ 2 തന്നെ കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ടോട്ടൽ ലെങ്ത്ത് നമ്മൾ പറഞ്ഞല്ലോ 30. ബോഡി പാർട്ടിലാകുമ്പോൾ 30 ഇഞ്ച്, അതായത് 30 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത്. അതിൽ 14 ഇഞ്ച് മുകളിലും പോയി ബാക്കി 16 ഇഞ്ച് താഴത്തും വരും. അത് നമ്മൾ ഫോൾഡ് ചെയ്ത് മടക്കിയെടുക്കാനുണ്ടാവും. ഇത്രയാണ് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ലെങ്ത്ത് 30, ഷേപ്പ് നമ്മൾ 9 കൊടുത്തിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ മെഷർമെൻറ്റിൽ വരുന്നത് കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഇതേപോലത്തെ വീഡിയോസിനൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് നിങ്ങൾക്ക് ഏതാണ് സംശയം എന്നുള്ളതെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതേപോലെ ഏത് വീഡിയോ വേണ്ടതെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ വീണ്ടും ഞാനൊന്ന് ഡ്രോ ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ഫോൾഡിങ് ഭാഗത്താണ് നമ്മൾ ഇതേപോലെ 3 ഇഞ്ച് കയറിയിട്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ആ പ്ലീറ്റ്സ് ഇടുന്നതാകുമ്പോൾ മറ്റേ സൈഡിൽ നമ്മുടെ ഈ ഓപ്പണിങ് വരുന്ന ഭാഗത്താണ് നമ്മൾ ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമ്മൾ വീനെക്ക് കൊടുത്തതും ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഫ്രണ്ടിൽ മാത്രം മതി ഈ ഒരു ഷേപ്പും പ്ലീറ്റ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് ഒരു എലൈൻ കുർത്തിയുടെ സ്റ്റൈലിൽ നമുക്ക് കട്ട് ചെയ്ത് പോയാൽ മതി. ഇത് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇതൊക്കെ മാർക്ക് ചെയ്ത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുക. ബാക്കിയുള്ളത് നമുക്ക് പ്ലെയിൻ ഒരു എലൈൻ കുർത്തി മാതിരി ചെയ്തിട്ട് അതും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ചെയ്യട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കങ്ങനെ ചെയ്തു പോകാവുന്നതാണ്. നമ്മൾ എലൈൻ കുർത്തി മാതിരി ബാക്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഫ്രണ്ടും ബാക്കും ഒരേപോലെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോസിനായിട്ട് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി നല്ല വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ വരാനൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്താലേ കാണുള്ളൂ കേട്ടോ.
അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്തു പോവാം. അല്ലെങ്കിൽ എ ലൈൻ കുർത്തി പോലെ, എ ലൈൻ കുർത്തി എന്ന് പറയുമ്പോൾ നമ്മൾ കാണിച്ചു തരാം. ഇതേപോലെ നമ്മുടെ ചുരിദാറിനൊക്കെ നമ്മൾ കട്ട് ചെയ്യൂലേ, അത് നമ്മൾ കുറച്ചും കൂടി ഷേപ്പ് ചെയ്ത് ബാക്കിലേക്ക് കുറച്ചൊരു ഷേപ്പ് ചെയ്ത് നമ്മൾ സൈഡ് ഓപ്പൺ ഇല്ലാത്ത ടോപ്പ് ചെയ്യുന്ന പോലെ ഇതേപോലെ നമ്മൾ ചെയ്തിട്ട് ബാക്ക് പാർട്ട് അങ്ങനെ ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ജോയിൻ ചെയ്തെടുത്താലും മതി കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.